സൗദി പ്രോ ലീഗിൽ ജിദ്ദ ഡെർബി സമനിലയിൽ പിരിഞ്ഞു. ഇത്തിഹാദ് ക്ലബ്ബും അൽ അഹ്ലിയും 2 ഗോളുകൾ വീതം നേടി. ലീഗിൽ ഇത്തിഹാദ് 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. ജിദ്ദയിലെ 2 പ്രമുഖ ക്ലബ്ബുകൾ തമ്മിലുള്ള വാശിയേറിയ മത്സരത്തിനാണ് ജിദ്ദ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയം സാക്ഷിയായത്. കരീം ബെൻസേമയും കാന്റയും ഉൾക്കൊള്ളുന്ന അൽ ഇത്തിഹാദും റിയാദ് മെഹ്റസ് ഉൾപ്പെടെയുള്ള താരനിരകളുമായി അൽ അഹിലിയും തുടർച്ചയായ മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും ആദ്യ പകുതി ഗോൾ രഹിത സമനിലയിലായിരുന്നു. 2ാം പകുതിയിൽ 51ാം മിനിറ്റിൽ റോജർ ഇബാനിസിന്റെ ഗോളിൽ അൽ അഹിലി മുന്നിലെത്തി. 74ാം മിനിറ്റിൽ മൂസ ദിയാബി ഇത്തിഹാദിനു വേണ്ടി ഗോൾ മടക്കി. 82ാം മിനിറ്റിൽ ഇവാൻ ടോണിയുടെ ഗോളിലൂടെ വീണ്ടും അൽ ഹിലാൽ മുന്നിൽ. മത്സരം അവസാനിക്കാനിരിക്കെ 94ാം മിനിറ്റിൽ കരീം ബെൻസേമ ഗോൾ അടിച്ചതോടെ കളി സമനിലയിൽ അവസാനിച്ചു. 45,000-ലേറെ പേർ കളി കാണാനെത്തിയിരുന്നു. വിവിധ രാജ്യക്കാരായ ആരാധകർ അവരുടെ പ്രതീക്ഷകൾ 24-മായി പങ്കുവച്ചു. വളരെ ആവേശകരമായ ഒരു മത്സരമായിരുന്നു. ഡെർബി മാച്ചാണ്. ജിദ്ദന്റെ 2 ടീമുകൾ തമ്മിലുള്ള വളരെ ശക്തമായൊരു മാച്ചായിരുന്നു. എന്നാലും 2-2 കളി അവസാനിച്ചത് ഈ പ്രാവശ്യം എന്തായാലും اتحاد يقبلكم. اول شيء نحب نبارك للجماهير الاتحاديه على الصداره، فهذا شيء مو جديد علينا. نو افتر نوم جود اتحاد اتحاد عميد. الحمد لله، لكن صراحه الحكم ظلمنا شوي، لكن نقول الف مبروك. الصداره بس فرق ان شاء الله 5 نقاط عقبال الدوري وكاس الملك. تحياتي من قلب اتحادي. اتحاد كم باك and good remontada. And one thing, don't forget Gaza. സൗദി പ്രോ ലീഗിൽ ഇത്തിഹാദ് 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. അൽ ഹിലാൽ 2ഉം അൽ നസർ 3ഉം സ്ഥാനങ്ങളിലുണ്ട്. ഖാദിസിയ 4ഉം അൽ അഹ്ലി 5ഉം സ്ഥാനങ്ങളിലാണ്. സൗദി പ്രോ ലീഗ് 26 റൗണ്ട് പൂർത്തിയായപ്പോൾ 62 പോയിന്റുമായി ഇത്തിഹാദ് ക്ലബ്ബ് 1-ാം സ്ഥാനത്താണ്. 2ാം സ്ഥാനത്തുള്ള അൽ ഹിലാൽ ക്ലബിന് 57 പോയിന്റാണുള്ളത്. ഇനി 8 റൗണ്ടുകൾ കൂടി ബാക്കിയുണ്ട്. ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24.